ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയും ഞാൻ ഈ പറയുന്ന കാര്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളെ കാണിച്ചുകൊണ്ട് വേണമല്ലോ എനിക്ക് പറയാനുള്ള കാര്യം പറയാനെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഞാനിത് അല്ലിക്കുട്ടനെ വിളിക്കാൻ വേണ്ടി നഴ്സറി പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്തിട്ട് പ്രൈവറ്റിൽ ഇട്ടേക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടൈം ഷെഡ്യൂളൊക്കെ കൊടുത്തിട്ടു. അപ്പോൾ 10:30-ക്കാണ് ഞാൻ ടൈം ഷെഡ്യൂൾ കൊടുത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ പ്ലേ ആകുന്ന സമയമായപ്പോൾ ഞാൻ എടുത്ത് ഫോൺ നോക്കിയപ്പം കാണുന്നത് എൻ്റെ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞുള്ള മെസ്സേജാണ്. അപ്പോൾ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫോൺ താഴെ വെക്കാനുള്ള സമയമില്ല. കാരണം എപ്പോഴും ഞാൻ ഒരാൾ കയറിയോ 2 ആൾ കണ്ടോ അങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അതൊരു 2-3 ദിവസത്തേന് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് എൻ്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സമയം കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത് നോക്കിയപ്പം വ്യൂസ് ഒന്നുമില്ല. ഒരു റെഡ് കളറിൽ നമ്മുടെ റിമൂവ് ചെയ്തതെന്നും പറഞ്ഞുള്ള ഒരു ഓപ്ഷനാണ് അവിടെ കാണുന്നത്, വ്യൂസിൻ്റെ ഒക്കെ സ്ഥലത്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ ചിന്ത പോകുന്നത് ചാനൽ പോയെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ചാനൽ പോയി, എൻ്റെ ചാനൽ ഡിലീറ്റ് ആക്കി എന്ന് ഓർത്ത് ഞാൻ വേഗം എല്ലാം ബാക്ക് അടിച്ചിട്ട് എൻ്റെ ചാനൽ എടുത്ത് നോക്കി. അപ്പോൾ ചാനൽ നോക്കിയപ്പം ഞാൻ അവിടെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്, എൻ്റെ ചാനൽ പോയിട്ടില്ല എന്ന് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ വൈറ്റ് സ്റ്റുഡിയോയിൽ വന്നിട്ട് നോക്കിയപ്പോൾ നേരത്തെ ഇട്ട വീഡിയോ ഒക്കെ 1ഉം 2ഉം ഒക്കെ വെച്ച് കയറി പോകുന്നുണ്ട്. അപ്പം അതിനും കുഴപ്പമില്ലയെന്ന് മനസ്സിലായി. പിന്നെയാണ് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്. നോക്കിയപ്പോഴാണ് കാണുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തോ ഞാൻ ലംഘിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നോക്കിയപ്പം നമ്മുടെ മെയിലിൽ ഒരു മെയിലും വന്ന് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് കാര്യം ഏകദേശം പിടികിട്ടി, എന്തോ ഒരു ലംഘനം എൻ്റെ വീഡിയോയ്ക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്തേക്കുന്നത് എൻ്റെ ഫോണിൽ തന്നെ പിടിച്ച വീഡിയോ. അപ്പോൾ അത് ഞാൻ ചെയ്തതേ ഉള്ളൂ, എൻ്റെ വോയിസും കൊടുത്ത് ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ ആണ്. അതിനകത്തൊരു കള്ളത്തരവും നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ബോധം വരുന്നത്, യൂട്യൂബിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടാണ് ബോധം വരുന്നത്. പെട്ടെന്ന് ഞാൻ വീഡിയോ അടിച്ചു കൊടുത്തു, നമ്മുടെ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നമ്മുടെ പുന്നിയാർ വെള്ളച്ചാട്ടം കാണാൻ പോയ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ലാസ്റ്റ് ഭാഗത്ത് എൻ്റെ കൊച്ച് വെള്ളത്തിൽ ഇറങ്ങുന്ന ഭാഗം ഉണ്ടായിരുന്നു, മൂത്ത ആൺകുട്ടി. അപ്പോൾ അവന് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വേറെ ഉടുപ്പൊന്നും കരുതി പോകാത്തതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഉടുപ്പൊക്കെ മാറ്റി കരയെ വെച്ചിട്ട് ഉടുപ്പൊന്നും ഇല്ലാതെയാണ് ഇറക്കിയത്. അപ്പോൾ അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. കുട്ടികളെ ഒന്നും വസ്ത്രമില്ലാതെ കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ, സത്യം എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇമെയിൽ വന്നേക്കുന്നത്. കുട്ടികളുടെ സേഫ്റ്റിക്ക് എതിരായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഇമെയിൽ വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. കാരണം വേറെ ഒന്നും അല്ലല്ലോ ഞാൻ ചെയ്തത്, എൻ്റെ ചാനൽ പോയിട്ട് ഫ്രീസായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്കത് മാറ്റിയിട്ട് വീണ്ടും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയപ്പം കുറേ ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫോണിലെടുത്തു നമ്മളെടുത്തു എന്നുള്ളതൊന്നും അല്ലാതെ തന്നെ നമ്മളെടുത്ത വീഡിയോയ്ക്കകത്തുള്ള കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ വരാം. പിന്നെ ഒരെണ്ണമാണ് കേട്ടോ, നമ്മളിപ്പം എവിടെ ഒരു ആക്സിഡൻറ്റ് കണ്ടു, ഒരു ചോര ഒലിപ്പിച്ചൊരു മനുഷ്യൻ നിൽക്കുന്ന കണ്ടു, അതൊക്കെ നമ്മൾ അതുപടി എടുത്തിടാമെന്ന് വിചാരിച്ചാൽ വളരെ മോശമാണ്, തെറ്റാണ്. യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങനെ തന്നെ റിമൂവ് നമ്മുടെ വീഡിയോ ചെയ്ത് കളയും. പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഓരോ ആൾക്കാർ ഈ ബ്ലഡൊക്കെ ഇങ്ങനെ കട്ട കൂടി കിടക്കുവാണെങ്കിൽ അതിങ്ങനെ ബ്ലറായിട്ടല്ലേ കാണിക്കുള്ളൂ, കറക്റ്റായിട്ട് കാണിക്കാറില്ലല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലതുണ്ടെന്ന് മനസ്സിലായത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്ഫോടക വസ്തുക്കളെക്കുറിച്ച്, ഈ തോക്കുണ്ടാക്കുക, ബോംബുണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, സമൂഹത്തിന് വിപത്തായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് എതിരാണ് കേട്ടോ. യൂട്യൂബിൻ്റെ തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാൻ മേലാത്ത ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് പേര് ഇതിനകത്തിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ അറിയാൻ മേലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ വീഡിയോകളും ഇടുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്ന വെറുതെ ആവത്തില്ല. നമ്മൾ വോയിസ് ഓവറും കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കുന്ന വീഡിയോകളൊക്കെ റിമൂവ് ചെയ്തെന്ന് പറയാൻ നമുക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.